തേജു മുറിയിൽ എന്തോ ആലോചിച്ചിരിക്കുകയായിരുന്നു. അപ്പോഴാണ് ജിത്തു അങ്ങോട്ട് വന്നത്. എന്താണ് ജാൻസി റാണി ആലോചിക്കുന്നത്? വക്കീലിനെ കുറിച്ചാണോ? അവള് തല താഴ്ത്തി. തേജു, ജിത്തു നീട്ടി വിളിച്ചു. അവളുടെ കണ്ണീർ പൊടിഞ്ഞപ്പോൾ അവൻ അവളുടെ അടുത്തേക്ക് പോയി. എന്താ എന്റെ ചങ്കിന് പറ്റിയത്? ജിത്തു, അത് വക്കീല് വരുമ്പോ മനസ്സ് കൈവിട്ടു പോകുന്നു. ഇന്ന് ജിൻഡോ വന്ന് വക്കീലിനോട് പൊറുക്കാൻ പറഞ്ഞപ്പോ എന്തോ എനിക്ക് നല്ല സങ്കടായി. എനിക്ക് വക്കീലടുത്തേക്ക് വരുമ്പോ നെഞ്ചു വേദനിക്കും. വക്കീലിന്റെ അടുത്ത് ചേർന്നിരിക്കാൻ തോന്നും. പക്ഷെ വക്കീലിന് കുറ്റബോധമാണ്. എന്റെ ഉള്ളിലുള്ള നിതാരയുടെ ഹൃദയത്തെ വേദനിപ്പിച്ചു എന്നുള്ള കുറ്റബോധമാണ്. അത് വക്കീലിന്റെ മുഖത്ത് പ്രകടമായിരുന്നു. ഞാനത് വ്യക്തമായി കണ്ടതാണ്. പറയുന്നതിനോടൊപ്പം അവൾ കരഞ്ഞു. തേജു, ഇങ്ങോട്ട് നോക്ക്. ഇങ്ങനെ കരയല്ലേ. ഞാനോ അച്ഛനോ സംസാരിക്കാം. നിനക്ക് റിജി ചേട്ടന് അത്രയ്ക്ക് ഇഷ്ടമാണോ? ഈ നെഞ്ചു തുടിക്കുന്ന ഓരോ തുടിപ്പും വക്കീലിന് വേണ്ടിയാണ്. നീ ഇപ്പോൾ കിടന്നുറങ്ങ്. നാളെ ഓഫീസിലേക്ക് പോകണ്ട, ലീവ് എടുക്ക്. നമുക്കൊന്ന് ചുറ്റാൻ പോവാം. എനിക്ക് എക്സാമാണ് വരാൻ പോകുന്നത്. ഇനി നിന്റെ പിന്നാലെ നടക്കാൻ പറ്റില്ല. അതാണ് പറഞ്ഞത്, മനസ്സിലായോ? ശരി. പിന്നെ നാളെ നിന്റെ കയ്യിൽ ഒരു ചെയിൻ തരും. അതിൽ GPS ഉണ്ട്. നിന്റെ പിന്നാലെ വിപിനും എബിന്റെയും ഒരു കണ്ണുണ്ട്. അവരുടെ സംഭാഷണം കേട്ടു. നീ സൂക്ഷിക്കണം. നമ്മൾ വിചാരിച്ച പോലെയാണ് പോകുന്നതെങ്കിൽ കുഴപ്പമില്ല. മറിച്ചാണെങ്കിൽ നിന്റെ ജീവനും ആപത്താണ്. നാളെ കുറച്ച് കാര്യങ്ങൾ കൂടി അറിയാം. ആഞ്ജലിയെക്കുറിച്ച്. അതിനുശേഷം ഗൗരവിനെയും ആദിയെയും ചരണിനെയും വിളിക്കണം. അവർക്ക് അവിടുത്തെ കമ്പനി ഇവിടെയുള്ള കമ്പനിയുമായി ടൈപ്പായത്രേ. അതിനാൽ അവർക്ക് 2 മാസത്തേക്ക് ഇവിടെ ഒരു വർക്ക് ഉണ്ടെന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് എല്ലാവർക്കും കൂടെ ഒരു വീടെടുത്തു തരാൻ പറഞ്ഞിരുന്നു. അതിന്റെ പിന്നാലെ ആയിരുന്നു. നിനക്ക് ഉറക്കം വരുന്നെങ്കിൽ കിടന്നോ. അവൻ മുറിവിട്ട് പുറത്തേക്കിറങ്ങാൻ തുടങ്ങിയപ്പോൾ തേജു ഏട്ടാ എന്ന് വിളിച്ചു. അവൻ അത്ഭുതത്തോടെ അവളെ നോക്കി. എന്താ വിളിച്ചേ? ഏട്ടാന്ന്. എന്തേ, വിളിച്ചൂടെ? ജിത്തു ചിരിച്ചുകൊണ്ട് തലയാട്ടി. ഇപ്പോഴെന്താ പതിവില്ലാത്തൊരു വിളി? വിളിക്കണമെന്ന് തോന്നി. എനിക്ക് വേറെ ആരുമില്ലല്ലോ വിളിക്കാൻ, അതാ വിളിച്ചേ. ഇഷ്ടമല്ലെങ്കിൽ ഇനി വിളിക്കുന്നില്ല. തേജു നേരത്തെ ശബ്ദത്തിൽ മൊഴിഞ്ഞു. ജിത്തു വീണ്ടും അവളുടെ അടുത്തേക്ക് വന്നിരുന്നു. എന്താ നിന്റെ യഥാർത്ഥ പ്രശ്നം? ഇതൊന്നുമല്ല, വേറെന്തോ അലട്ടുന്നുണ്ട്. എന്താ അത്? ഏട്ടാ, ഇത്രയും കാലം എനിക്ക് ജീവിക്കാനൊന്നും ഒരു കൊതിയില്ലായിരുന്നു. കാരണം എൻ്റെ അസുഖം തന്നെ. പക്ഷെ എന്ന് ആ ഹൃദയം മാറ്റിവെച്ചോ അന്നു മുതൽ കാര്യമായിട്ട് എനിക്ക് ഒരുപാട് മാറ്റങ്ങൾ വന്നു. ജീവിക്കാൻ ആഗ്രഹം തോന്നി. പിന്നൊരിക്കൽ വക്കീലിനെ ഞാൻ ഹോട്ടലിൽ വെച്ച് കണ്ടപ്പോൾ ആദ്യമായി എനിക്കൊരു തരം ഫീലുണ്ടായി. അതെനിക്ക് ഈ ഹോസ്പിറ്റലിൽ ഉണർന്നെഴുന്നേറ്റപ്പോഴാണ് മനസ്സിലായത്. അന്ന് ഞാൻ ഡോക്ടറോട് ആ കാര്യത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഡോക്ടർ എന്നോട് വീണ്ടും അയാളെ കാണുമ്പോൾ എന്താണ് തോന്നുന്നതെന്ന് മനസ്സിലാക്കാൻ പറഞ്ഞു. ഇവിടെ വെച്ച് കണ്ടപ്പോൾ സത്യത്തിൽ എനിക്ക് എന്ത് സന്തോഷമായിരുന്നോ. വക്കീലിനോട് ഇടിച്ചു കയറി സംസാരിച്ചു. അപ്പോഴെല്ലാം ഞാനൊരു മായാലോകത്തിലായിരുന്നു. ഒരിക്കൽ എന്നോട് വക്കീൽ മോശമായി സംസാരിച്ചപ്പോൾ ആദ്യമായി എനിക്ക് വേദനിച്ചു. പിന്നെയാണ് വക്കീലിന്റെ പ്രണയം അറിഞ്ഞത്. ഞാനത് വിട്ടുപോയി അപ്പായിയോട് പറഞ്ഞപ്പോൾ വക്കീലിന്റെ മുഖഭാവമാണ് ആദ്യം എന്റെ മനസ്സിലേക്ക് വന്നത്. ഒരു തരം കുറ്റബോധം. അതിനുശേഷം മനഃപൂർവ്വം വക്കീൽ ഓഫീസിൽ വരുമ്പോൾ എന്നോട് സംസാരിക്കാൻ വരും. കുറ്റബോധത്തിൽ നിന്നുമുണ്ടായ സഹതാപം. അതിലൊരു തരിമ്പ് പോലും സ്നേഹമില്ലായിരുന്നു. ഇന്ന് ജിൻഡോ പറഞ്ഞപ്പോഴും അത് തന്നെ. എനിക്ക് പിടിച്ചു പറിക്കാൻ അറിയില്ല. ആദ്യമായി ഇഷ്ടം തോന്നിയത് വക്കീലിനോടാണ്. ആദ്യം എന്നോട് പറയുന്ന പോലെ എനിക്ക് വക്കീലിനോട് തോന്നുന്ന ഇഷ്ടം ഞാൻ ആദ്യയോട് പറഞ്ഞ പോലെ വക്കീൽ എന്നോട് പറഞ്ഞ എനിക്കങ്ങനെ കാണാൻ കഴിയില്ല എന്നൊക്കെ. അതൊക്കെ മനസ്സിൽ കിടന്ന് വിങ്ങാണ്. ആരോടാ പറയാ? ഈ ഇഷ്ടത്തിന് ഇത്ര വലിയ വേദനയാണെങ്കിൽ വേണ്ടായിരുന്നു ഒന്നും. മിണ്ടാതെ തിരിച്ചു പോവാൻ തോന്നാ. ഏട്ടൻ ആരോടും പറയാൻ നിൽക്കണ്ട. ഇന്ന് ഒരുപാട് സങ്കടമായി. അതാണ് ആരോടെങ്കിലും പറയണമെന്ന് തോന്നിയത്. ഇപ്പോ ആശ്വാസമായി. ഓരോ വാക്കുകളും അവളുടെ വായിൽ നിന്നല്ല ഹൃദയത്തിൽ നിന്നുമാണ് വരുന്നതെന്ന് ജിത്തുവിന് നന്നായി മനസ്സിലായി. അവളുടെ കവിളിലൂടെ ഒഴുകുന്ന നീർച്ചാലുകളും ശബ്ദത്തിലുള്ള ഇടർച്ചയുമെല്ലാം തന്നെ അവന് മനസ്സിലാക്കി കൊടുത്തു അവളിൽ വക്കീലിനുള്ള സ്ഥാനം. അവൾ പറഞ്ഞതെല്ലാം ജിത്തു റെക്കോർഡ് ചെയ്തിരുന്നു. തേജു, ഒരാൾക്കൊരാളോടുള്ള ഇഷ്ടം തോന്നാൻ നിമിഷങ്ങൾ മതി. അതാർക്കും നിർവചിക്കാനോ തടുക്കാനോ സാധിക്കില്ല. നിനക്ക് റിജു ചേട്ടനോട് തോന്നിയ ഇഷ്ടം ചേട്ടനിങ്ങോട്ട് തോന്നിയാലല്ലേ ശരിയാവൂ. നീ പറഞ്ഞ പോലെ നിർബന്ധിക്കാനും പറ്റില്ലല്ലോ. മനസ്സിൽ തോന്നേണ്ട വികാരമല്ലേ. നമുക്ക് എന്തായാലും അറിയണം ചേട്ടന്റെ മനസ്സിൽ എന്താണുള്ളതെന്ന്. അങ്ങനെ ചേട്ടനൊന്നുമില്ലെങ്കിൽ നീ തളരരുത്. ഈശ്വരൻ നല്ലത് വേറെ എവിടെയെങ്കിലും നിനക്കായി കരുതി വെച്ചിട്ടുണ്ടാവും. നീ ഒരിക്കലും അതിനെക്കുറിച്ച് ആലോചിച്ച് വിഷമിക്കില്ല എന്ന് എനിക്ക് വാക്ക് തരണം. തരുമോ? തേജു നിറഞ്ഞ കണ്ണോടെ ജിത്തുവിനെ നോക്കി. ചുണ്ട് കടിച്ചു പിടിച്ച് വിങ്ങുന്ന ഹൃദയവുമായി ജിത്തുവിനെ നോക്കിക്കൊണ്ട് തലയാട്ടി. നിന്നോട് തലയാട്ടാനല്ല പറഞ്ഞത്, വാക്ക് തരാനാണ്. അതും പറഞ്ഞ് ജിത്തു തേജുവിനെ നേർക്ക് കൈനീട്ടി. തേജു ഒരു നിമിഷം ആ കൈയിലേക്ക് നോക്കി. വിറയ്ക്കുന്ന കൈകളോടുകൂടി അവൾ അവളുടെ വലതുകരം ജിത്തുവിന്റെ കൈകളിലേക്ക് വെച്ചു കൊടുത്തു. അവളിൽ നിന്നും ഒരേങ്ങൽ വന്നു. ഉടൻ തന്നെ അവൾ കൈവലിച്ചു അവനോട് പുറത്തേക്ക് പോകാൻ ആംഗ്യം കാണിച്ചു. ജിത്തു എഴുന്നേറ്റ് അവളൊരു നോക്കി. ശേഷം മുറിയിൽ നിന്നും പുറത്തേക്കിറങ്ങി.
കാലുകൾ മടക്കി അവളുടെ ഷോളെടുത്ത് വായിൽ തിരുകി മുഖം കാൽമുട്ടിൽ ഒളിച്ചു വെച്ച് അവൾ പൊട്ടിക്കരഞ്ഞു. ആ രാത്രി അവൾ അങ്ങനെ തന്നെ കഴിച്ചുകൂട്ടി. രാത്രിയുടെ ഏതോ ഒരു യാമത്തിൽ അവൾ മയങ്ങി കിടക്കയിലേക്ക് വീണു. രാവിലെ ജിത്തു വന്ന് അമ്മയോട് തേജു എഴുന്നേൽക്കുമ്പോൾ പറയാൻ പറഞ്ഞ് പുറത്തേക്ക് പോയി. മുറി അടഞ്ഞു കിടക്കുന്നത് കൊണ്ട് ഉണ്ണിയോ ജാനകിയോ വിളിക്കാൻ പോയില്ല. സമയം പോയിക്കൊണ്ടിരുന്നു. ഉണ്ണി ഭക്ഷണം കഴിഞ്ഞു നോക്കുമ്പോഴും തേജുവിന്റെ മുറി അടഞ്ഞു കിടന്നു. അവളെ ഉണർത്താനായി മുറിയുടെ ഉള്ളിലേക്ക് പോയപ്പോൾ കാൽമുട്ടിൽ കൈകൾ ചേർത്തുറങ്ങുന്ന തേജുവിനെ കണ്ടു. അടുത്തേക്ക് പോയപ്പോഴാണ് കണ്ണെല്ലാം വിങ്ങിയതുപോലെ തോന്നിയത്. അവളെ ഉണർത്താൻ ശ്രമിച്ചു. പക്ഷേ അവൾ എഴുന്നേറ്റില്ല. തേജു, മോളെ തേജു, എഴുന്നേക്ക്, സമയം ഒരുപാടായി, ഓഫീസിൽ പോണ്ടേ, മോളെ മോളെ. അവളെ കുലുക്കി വിളിച്ചിട്ടും എഴുന്നേറ്റില്ല. രാവിലെ മുതൽ ജിൻഡോയും അലക്സും മാറി മാറി തേജുവിനെ വിളിക്കുന്നുണ്ടായിരുന്നു. ഫോൺ സ്വിച്ച് ഓഫ് എന്നായിരുന്നു മറുപടി. ജിൻഡോ റിജുവിനെ വിളിച്ച് അവനും വിളിച്ചപ്പോൾ അതുതന്നെയായിരുന്നു മറുപടി. ഓഫീസിലേക്ക് പോകും വഴി അവളെ ഒന്ന് കാണാനായി ജിൻഡോ റിജുവിനെ കൂട്ടി ഉണ്ണിയുടെ വീട്ടിലേക്ക് പോയി. ഉണ്ണിയുടെ വാതിൽക്കൽ എത്തിയപ്പോഴാണ് ഉണ്ണി ജാനകിയെ ഉച്ചത്തിൽ വിളിക്കുന്ന ശബ്ദം കേട്ടത്. വെപ്രാളത്തോടെ ഓടുന്ന ജാനകിയെ കണ്ട് അവരിരുവരും മുഖത്തോട് മുഖം നോക്കി. പിന്നാലെ തന്നെ ജിത്തുവും എത്തി. നിങ്ങളെന്താ ഇവിടെ തന്നെ നിന്നത്? അല്ല, നിങ്ങൾക്ക് ഓഫീസും കോടതിയും ഇല്ലേ? അവർ രണ്ടുപേരും അവന്റെ മുഖത്തേക്ക് നോക്കിയപ്പോഴേക്കും ജാനകിയുടെ കരച്ചിലായിരുന്നു കേട്ടത്. ജിത്തു അവരെ വകഞ്ഞു മാറ്റി ഉള്ളിലേക്ക് ഓടി. തേജുവിന്റെ മുറിയിൽ നിന്നാണ് ശബ്ദം കേൾക്കുന്നതെന്ന് മനസ്സിലായി. അവൻ അകത്തേക്ക് കയറിയപ്പോഴേക്കും ഉണ്ണി അവനെ കണ്ടിരുന്നു. ജിത്തു നോക്ക്, അവൾ വിളി കേൾക്കുന്നില്ല. എന്താ പറ്റി ഇന്നലെ? ഇങ്ങനെ കിടക്കാനും കരയാനും മാത്രം? നീ നോക്ക്, നമുക്ക് വേഗം ക്ലിനിക്കിൽ കൊണ്ടുപോവാം. ജിത്തു വന്ന് അവളെ നോക്കുമ്പോഴേക്കും അവളുടെ ശരീരം തണുത്തിരുന്നു. തേജു, അവൻ നീട്ടി വിളിച്ചു. ആ വിളി കേട്ടാണ് റിജുവും ജിൻഡോയും വന്നത്. എല്ലാവരും കൂടി കരയുന്നത് കണ്ടപ്പോൾ റിജുവിന് ജീവൻ പോകുന്ന പോലെ തോന്നി. അവൻ വേഗം അവളുടെ അടുത്തേക്ക് പോയി. അവളെ എടുത്തുകൊണ്ട് പുറത്തേക്കിറങ്ങി. ജിൻഡോ, വണ്ടിയെടുക്ക്. ജിൻഡോ ആകെ തറഞ്ഞ അവസ്ഥയിലായിരുന്നു. ജിൻഡോ വെപ്രാളത്തോടെ വണ്ടിയെടുത്തു. ജിത്തുവും കൂടെ കയറി. ജിത്തു സന്തോഷ് ഡോക്ടറെ വിളിച്ച് വിവരം പറഞ്ഞു. ഡോക്ടറുടെ കൂട്ടുകാരന്റെ ക്ലിനിക്കിലേക്ക് പോകാൻ പറഞ്ഞു. ഇടപ്പള്ളിയിലെ തന്നെ ക്ലിനിക്കിൽ പോയി. പക്ഷേ അവളെ അവിടെ നിന്നും മെഡിക്കൽ ട്രസ്റ്റിലേക്ക് മാറ്റി. തേജുവിനെ ICUലേക്ക് കയറ്റി. 1-2 മണിക്കൂറിന് ശേഷമാണ് അവിടുത്തെ ഡോക്ടർ മാത്യൂസ് തരകൻ പുറത്തേക്ക് വന്നത്. പുറത്തെത്തിയതും ഡോക്ടർ സന്തോഷ് ഡോക്ടറിനെ വിളിക്കാൻ പറഞ്ഞു. എമർജൻസി ആയിട്ട് ഡോക്ടറോട് വരാൻ പറഞ്ഞുകൊണ്ട് ഫോൺ വെച്ചു. അപ്പോഴേക്കും ഡോക്ടർ പുറപ്പെട്ടിരുന്നു. ജിത്തു ഡോക്ടറോട് കാര്യം ചോദിച്ചെങ്കിലും ഡോക്ടർ ഒന്നും വിട്ടു പറഞ്ഞില്ല. ഒരു 24 മണിക്കൂർ കഴിയാതെ ഒന്നും പറയാൻ പറ്റില്ല എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഡോക്ടർ പോയി. ഉണ്ണിയും ജാനകിയും അപ്പോഴേക്കും അവിടെ എത്തിയിരുന്നു. അവരോട് ഡോക്ടർ പറഞ്ഞതുപോലെ തന്നെ പറഞ്ഞു. ജിത്തു, ഇന്നലെ എന്താ സംഭവിച്ചേ? ആരെങ്കിലും അവളുടെ മനസ്സ് വിഷമിപ്പിച്ചോ? ഉണ്ണി ദേഷ്യത്തോടെയാണ് ചോദിച്ചത്. ജിത്തു തല താഴ്ത്തി. നിന്നോട് തല താഴ്ത്താനല്ല പറഞ്ഞത്. അവളുടെ അച്ഛനും അമ്മയും നമ്മളോട് അവളെ സംരക്ഷിക്കാനാണ് ഏൽപ്പിച്ചത്, അല്ലാതെ ജീവൻ എടുക്കാനല്ല. നീ ഇപ്പൊ പറയുന്നുണ്ടോ? അച്ഛാ, അച്ഛൻ എന്തൊക്കെയാ പറയുന്നേ? ഞാനൊന്നും അവളോട് പറഞ്ഞിട്ടില്ല. പിന്നെ എന്താ ഇത്ര പെട്ടെന്ന് അവൾക്ക് ഇങ്ങനെ വരാൻ? അത് അച്ഛാ, എന്താ അച്ഛാ, അത് അവൾ ഇന്നലെ കുറെ കരഞ്ഞു. കരഞ്ഞെന്നോ? എന്തിനെന്ന്? അവൾക്ക് ഒരാളെ ഇഷ്ടമാണ്. ആരെ? ജിത്തുവിന് എന്ത് പറയണമെന്നറിഞ്ഞില്ല. അവൻ ഫോണെടുത്ത് ഇന്നലെ അവൾ പറഞ്ഞത് മുഴുവൻ എല്ലാവരെയും കേൾപ്പിച്ചു. ഉണ്ണിയുടെ കണ്ണുകൾ റിജു നിന്ന ഭാഗത്തേക്ക് പോയി. എല്ലാം കേട്ട് റിജു തറഞ്ഞു നിൽക്കുകയായിരുന്നു. അവന്റെ ശരീരം മുഴുവൻ ഒരു വിറയലുണ്ടായി. അവന്റെ കാതുകളിൽ അവളുടെ ഏങ്ങലാണ് മുഴങ്ങിക്കേട്ടത്. റിജു അവിടെയുള്ള സീറ്റിൽ തലയ്ക്ക് കൈയും കൊടുത്തിരുന്നു. ഉണ്ണിക്ക് എന്ത് പറയണമെന്നറിഞ്ഞില്ല. ജിൻഡോയും ജിത്തുവും ഇതേ അവസ്ഥയിൽ തന്നെയായിരുന്നു. ജാനകി റിജുവിന്റെ അടുത്തു പോയിരുന്നു. മോന്റെ മനസ്സിൽ എന്താണെന്ന് അറിയില്ല, എന്നാലും ചോദിക്കാണ്. മോന്റെ മനസ്സിൽ ഇപ്പോഴും നിതാരയാണോ? റിജു നിറകണ്ണോടെ ജാനകിയെ നോക്കി. ശേഷം അതേ എന്ന് തലയാട്ടി. ജാനകി മെല്ലെ എഴുന്നേറ്റു. പിന്നീട് വീണ്ടും ഇരുന്നു. മോനെ, നമുക്കെല്ലാം ജീവിതം ഒന്നേ ഉള്ളൂ. മരിച്ചവരെ ഓർത്തിരിക്കാം, പക്ഷെ ജീവിക്കാൻ കഴിയില്ലല്ലോ. എന്തെങ്കിലും നമുക്കൊരു കൂട്ടുവേണ്ടേ? ഉണ്ണിയേട്ടൻ പറഞ്ഞറിയാം മോനും നിതയും തമ്മിലുള്ള സ്നേഹത്തിന്റെ ആഴം. നിതാര ഇപ്പോൾ ഈ ലോകത്തിലില്ല, ഇനി ഒരിക്കലും തിരിച്ചു വരികയില്ല. മോൻ നിതാരയെ ആലോചിച്ച് ജീവിതം നശിപ്പിക്കാണോ? മോന്റെ അച്ഛനും അമ്മയ്ക്കുമില്ലേ? അവർക്കും കാണില്ലേ ഓരോ ആഗ്രഹങ്ങൾ? മോനൊന്ന് ആലോചിക്കൂ. കാരണം ജിത്തുവും തേജുവും തമ്മിലുള്ള സ്നേഹം എങ്ങനെയുള്ളതാണെന്നറിയാം. അതൊരിക്കലും ഒരു പ്രേമല്ല. അത് ഞങ്ങൾക്ക് എന്നോ മനസ്സിലായ കാര്യമാണ്. അല്ലെങ്കിൽ ജിത്തുവിന്റെ ജീവിതത്തിലേക്ക് കൂട്ടുമായിരുന്നു. അമ്മേ! ജിത്തു നീട്ടി വിളിച്ചു. എനിക്കങ്ങനെ കാണാൻ കഴിയില്ല അവളെ. കാരണം എന്റെ മനസ്സിൽ വേറൊരു പെൺകുട്ടിയുണ്ട്. ജാനകി ജിത്തുവിനെ നോക്കി ചിരിച്ചു. ശേഷം റിജുവിനെ നോക്കി. അവൻ അപ്പോഴും തല താഴ്ത്തി തന്നെ ഇരിക്കുകയായിരുന്നു. ജിൻഡോയ്ക്ക് ദേഷ്യം വന്നു. റിജു, നിന്റെ മനസ്സിലെന്താ? ഇത്രയും ദിവസം നീ അവളോട് സംസാരിക്കാനല്ല ഓഫീസിലേക്ക് വന്നത്. എന്നിട്ട് അവളെ കാണാനായി എന്റെ ക്യാബിനിൽ വന്നിരിക്കാറില്ലേ? എന്തിനായിരുന്നു അതെല്ലാം? വെറുമൊരു മാപ്പ് ചോദിക്കാൻ മാത്രമായിരുന്നോ?
ജിൻഡോ റിജുവിനോട് സംസാരിക്കുകയായിരുന്നില്ല, മറിച്ച് അലറുകയായിരുന്നു. റിജു തലപൊക്കി നോക്കി. അവന്റെ കലങ്ങിയ കണ്ണുകൾ കണ്ടപ്പോൾ ജിൻഡോയുടെ ശബ്ദം മെല്ലെ ഇല്ലാതെയായി. ഉണ്ണി റിജുവിനോട് സംസാരിക്കാൻ നോക്കുമ്പോഴേക്കും ഐസിയുടെ വാതിൽ തുറന്നു ഒരു നഴ്സ് വന്നു. തേജു കണ്ണു തുറന്നു. ആർക്കേലും ഒരാൾക്ക് വന്ന് കാണാം എന്ന് പറഞ്ഞു. ആരെയും വകവയ്ക്കാതെ റിജു ഓടി അകത്തേക്ക് പോയി. ബാക്കി എല്ലാവരും ഇപ്പോൾ എന്താ സംഭവിച്ചതെന്ന് മനസ്സിലാവാതെ മുഖത്തോട് മുഖം നോക്കി നിന്നു. റിജു അകത്തേക്ക് കയറിയതും കണ്ണടച്ച് കിടക്കുന്ന തേജുവിനെയാണ് കണ്ടത്. കൈയിലും നെഞ്ചിലുമെല്ലാം വയറുകൾ ഘടിപ്പിച്ചിരിക്കുന്നു. കണ്ണുകൾ അപ്പോഴും വീങ്ങി തന്നെ ഉണ്ടായിരുന്നു. അവളെ കാണുമ്പോഴെല്ലാം തുടിക്കുന്ന അവന്റെ ഹൃദയം ഇന്നു മാത്രം ഉച്ചത്തിൽ അതിവേഗമടിക്കുന്നു. തേജു, തേജു! അവൻ ശബ്ദം താഴ്ത്തി വിളിച്ചു. അവളുടെ കൃഷ്ണമണികൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചലിച്ചു. അവളുടെ കണ്ണുകളിൽ ഒരു മുറുക്കം വരുന്നത് പോലെ തോന്നി. ഇറുക്കിയടച്ച് അവൾ കണ്ണുകൾ തുറന്നു. മുന്നിൽ നിൽക്കുന്ന റിജുവിനെ കണ്ട് അവളുടെ കണ്ണുകൾ നിറഞ്ഞു. വക്കീലേ! ശബ്ദം നല്ലോണം കുഴഞ്ഞിരുന്നു. സംസാരിക്കണ്ട, ഞാൻ പറയുന്നത് അങ്ങോട്ട് കേട്ടാ മതി. നിന്നോട് എനിക്കൊരു കുറ്റബോധവുമില്ല. ശരിയാണ്, നിന്റെ ഉള്ളിൽ തുടിക്കുന്ന ഹൃദയം എന്റെ നിതാരയുടെയാണ്. അവൾ എന്നും നിന്നിലുണ്ടാവും. പക്ഷേ ഇപ്പോൾ എനിക്ക് സംസാരിക്കാനുള്ളത് നിതാരയോടല്ല, മറിച്ച് തേജുവിനോടാണ്. അവൾ അവനെ തന്നെ നോക്കിയിരുന്നു. എന്തിനാ എന്നെ ഇങ്ങനെ സ്നേഹിക്കുന്നേ? തേജു ഒന്ന് ഏങ്ങി. അവൾ തല ചിരിച്ചു, കണ്ണുപൂട്ടി. അവൾക്കിനി അവൻ പറയാൻ പോകുന്ന വാക്കുകളുടെ ഏകദേശ രൂപം മനസ്സിലായി. റിജു അവളുടെ ഒപ്പം ഇരുന്നു. അവളുടെ മുഖം അവന് നേർക്ക് തിരിച്ചു വെച്ചു. നിതാരയ്ക്ക് വേണ്ടി ന്യായം കിട്ടാൻ ഞാനുമുണ്ടാവും നിന്റെ കൂടെ. അതിനുശേഷം തേജു തനിക്കിനിയും അടുത്തത് പറയുന്നത് താങ്ങാൻ കഴിയില്ല എന്ന് വിചാരിച്ച് ബലം പിടിച്ച് മുഖം തിരിക്കാൻ ശ്രമിച്ചു. അത് മനസ്സിലാക്കി അവന്റെ മുഖം അവളുടെ മുഖത്തേക്ക് അടുപ്പിച്ചുകൊണ്ട് ബാക്കി പറഞ്ഞു. അതിനുശേഷം ഈ പെണ്ണിനെ ഞാൻ സ്വന്തമാക്കട്ടെ, എന്റെ ജീവനും ജീവിതവുമാകാൻ. തേജു പുറത്തേക്ക് വന്ന കരച്ചിൽ സ്വിച്ചിട്ട പോലെ നിന്നു. അവളുടെ വായ തനിയെ തുറന്നു. അവളുടെ കണ്ണുകൾ വിടർന്നു. കേൾക്കാൻ പാടില്ലാത്തതെന്തോ കേട്ട പോലെ അവൾ അവനെ തുറിച്ചു നോക്കി. റിജു ഒന്ന് പുഞ്ചിരിച്ചു. അവളുടെ കവിളിൽ തട്ടി. റൊമാൻസ് കളിക്കാനൊന്നും എന്നെ കിട്ടില്ല. എല്ലാ കാര്യങ്ങളും കഴിഞ്ഞ് ഞാൻ കൂടെ കൂട്ടാം. എന്തേ, പോരുന്നോ? അവളുടെ കണ്ണുകൾ ഇപ്പോഴും അവന്റെ മുഖത്ത് ഓടിക്കളിക്കുകയായിരുന്നു. ഇത്രയും നേരം ഉച്ചത്തിൽ അടിച്ചുകൊണ്ടിരുന്ന ഹൃദയം ഇപ്പോൾ സാധാരണഗതിയിലായി. അവൾക്ക് എന്തു ഉത്തരം കൊടുക്കണമെന്ന് അറിഞ്ഞില്ല. അവളുടെ കൈ അവന്റെ മുഖത്തേക്ക് ഉയർന്നു. കവിളിൽ തഴുകി ചിരിച്ചുകൊണ്ട് അവൻ അവളുടെ കയ്യിലൊരു ഉമ്മ വെച്ചു. നിന്റെ വേദന എന്നെക്കുറിച്ചല്ലേ? ഇപ്പം മാറിയില്ലേ? നല്ലോണം ഒന്ന് ഉറങ്ങിക്കഴിഞ്ഞാൽ മാറിക്കോളും. പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് വാതിൽ തുറന്ന് മാത്യു ഡോക്ടറും സന്തോഷ് ഡോക്ടറും കയറി വന്നത്. റിജുവിനെ കണ്ട് സന്തോഷ് ഡോക്ടർക്ക് സംശയമായി. അവൻ അവളുടെ അടുത്തു നിന്നും എഴുന്നേറ്റു. ഡോക്ടർ, തേജു വിളിച്ചു. ഞാനൊരു കോൺഫറൻസിന് വേണ്ടി ഇവിടെ ഉണ്ടായിരുന്നു. ജിത്ത് വിളിക്കുമ്പോൾ അതാണ് ഇവിടേക്ക് കൊണ്ടുവരാൻ പറഞ്ഞത്. എന്താണിപ്പോൾ ഉണ്ടായ പ്രശ്നം? അവളുടെ മിഴികൾ റിജുവിനെ നേർക്ക് തിരിഞ്ഞു. റിജു ഡോക്ടറോട് കാര്യങ്ങളെല്ലാം പറഞ്ഞു. അപ്പൊ പ്രേമാണ് കാര്യം. നടക്കട്ടെ. എന്തായാലും ഈ ദിവസം മുഴുവൻ ഇവിടെ കിടക്കട്ടെ. കുറച്ച് ടെസ്റ്റൊക്കെ നടത്താനുണ്ട്. 2-3 മാസമായിട്ട് ചെക്കപ്പ് ഇല്ലായിരുന്നല്ലോ. കിടക്കട്ടെ. റിജു, തന്നോട് കുറച്ച് സംസാരിക്കാനുണ്ട്. വിരോധമല്ലെങ്കിൽ മാത്യു ഡോക്ടറുടെ ക്യാബിനിലേക്ക് വരൂ. ശരി ഡോക്ടർ. തേജു, നന്നായി ഉറങ്ങൂ. നമുക്ക് പിന്നെ സംസാരിക്കാം. ഡോക്ടർ ഇതും പറഞ്ഞ് പുറത്തേക്ക് പോയി. അവളെ നോക്കി റിജുവും. അവൾ ഇപ്പോഴെന്താ സംഭവിച്ചതെന്ന് ഒന്ന് റിവൈൻഡ് ചെയ്തു നോക്കി. അവളുടെ ചുണ്ടിൽ ഒരു പുഞ്ചിരി തത്തിക്കളിച്ചു. രാവിലെ ഓഫീസിലേക്ക് ഇറങ്ങിയ വിപിൻ അഞ്ജലിയെ വീട്ടിലാക്കിയിട്ട് പോയി. അഞ്ജലി ഒരു ദീർഘശ്വാസം എടുത്തുകൊണ്ട് വീടിന്റെ ഉള്ളിലേക്ക് കടന്നു. ഹാളിൽ വർഗീസ് ഹോസ്പിറ്റലിൽ പോകാൻ റെഡിയായിരിക്കുകയായിരുന്നു. അയാൾ തല ഉയർത്തി നോക്കി. എന്താ വന്നത്? അവനുമായി തെറ്റിയോ? അവളൊന്നും മിണ്ടാതെ അവളുടെ മുറിയിൽ പോയി കുറച്ച് സാധനങ്ങളെടുത്ത് പാക്ക് ചെയ്തു. അവൾ വന്നതറിഞ്ഞ് കത്രീന വന്നു. അവൾ ആരെയും ഗൗനിക്കാതെ മുറിയിൽ നിന്നും പുറത്തേക്ക് വന്നു. അഞ്ജു മോളെ, ഞങ്ങൾ പറയുന്നത് കേൾക്കൂ. അഞ്ജലി വർഗീസിന്റെ മുഖത്തേക്ക് നോക്കി. അവളുടെ ഉള്ളിലൊരു കടലിരുമ്പെന്നതറിയാതെ വർഗീസ് അവളെ ചീത്ത പറഞ്ഞുകൊണ്ടിരുന്നു. ഡാഡി, എന്നെ ചീത്ത പറഞ്ഞോളൂ. കേൾക്കാൻ ഞാൻ ബാധ്യസ്ഥയാണ്. പക്ഷേ ഡാഡി ഒന്ന് മനസ്സിൽ വെച്ചോളൂ. ഡാഡിയുടെ സുഹൃത്തുക്കളുണ്ടല്ലോ 2 പേർ. അവരും അവരുടെ മക്കളും വിഷമാണ്. ഡാഡിയും അവരും ചേർന്ന് ഒരു കുടുംബം നശിപ്പിച്ചില്ലേ? അതിനെല്ലാം ഇപ്പോൾ ഞാൻ അനുഭവിക്കുന്നുണ്ട്. ഇപ്പോൾ ഒന്നും എന്നോട് ചോദിക്കരുത്. ഡാഡി സൂക്ഷിച്ചോ. പിന്നൊരു കാര്യം, എനിക്കെന്തെങ്കിലും സംഭവിച്ചാൽ ഡാഡി ആരെയും ഉപദ്രവിക്കാൻ പോകരുത്. അത് സ്വന്തം മകൾക്ക് കിട്ടുന്ന ശിക്ഷയായി കരുതിയാൽ മതി, ഒരു പാവം കുടുംബത്തെ വഞ്ചിച്ചതിന്. ഇത്രയും പറഞ്ഞ് അവൾ വീട്ടിൽ നിന്ന് കാറെടുത്ത് പുറത്തേക്ക് പോയി. വർഗീസും കത്രീനയും മുഖത്തോട് മുഖം നോക്കി നിന്നു. വർഗീസിന് അഞ്ജലി പറഞ്ഞത് വ്യക്തമായില്ലെങ്കിലും തന്റെ കൂടെ നിൽക്കുന്നവർ തനിക്ക് ആപത്തായി വരുമെന്ന് മനസ്സിലായി. അയാൾ പെട്ടെന്ന് വണ്ടിയെടുത്ത് ഹോസ്പിറ്റലിലേക്ക് പോയി. അഞ്ജലി നേരെ ഒരു ഫ്രണ്ടിന്റെ അടുത്തേക്കാണ് പോയത്. അവൾ വണ്ടി പാർക്ക് ചെയ്ത് ഫ്ളാറ്റിലേക്ക് കയറി. ബെല്ലടിച്ച് അവൾക്കായി പുറത്തു നിന്നു.
വാതിൽ തുറന്ന് അവൾ പുറത്തേക്ക് വന്നു. കണ്ണുകൾ വിടർന്നു. അഞ്ജു, റീന, നീ എപ്പോ വന്നു? ഉള്ളിലേക്ക് വായോ. അഞ്ജലി ഉള്ളിലേക്ക് വന്നു. ഹാളിലിരുന്നു. കണ്ണടച്ച് കുറച്ചുനേരം സോഫയിൽ തല ചായച്ചു. അഞ്ജു, നിന്നെക്കുറിച്ച് അറിഞ്ഞതൊക്കെ ശരിയാണോ? നിനക്ക് എങ്ങനെ തോന്നിയടി കെട്ടിയവനെ ചതിക്കാൻ? റീന പലതും ചോദിച്ചെങ്കിലും അവളുടെ കണ്ണിൽ നിന്നും ഒഴുകുന്ന കണ്ണീരായിരുന്നു അവൾക്ക് ഉത്തരമായി കിട്ടിയത്. റീന നിശബ്ദയായി. റീന, ഈ വീട്ടിൽ ആരെങ്കിലും ഉണ്ടോ? ഇച്ചായൻ ഉണ്ടായിരുന്നു. ഇപ്പൊ പുറത്തേക്ക് പോയതേയുള്ളൂ. എപ്പോ വരുമെന്ന് ആർക്കും അറിയില്ല. നീ എന്താ ചോദിച്ചത്? പറയാം. നീ ഫ്ലാറ്റ് പൂട്ടിയിട്ട് വാ. എന്നിട്ട് എനിക്ക് കുറച്ച് വെള്ളം താ. റീന തലയാട്ടി വാതിൽ പൂട്ടി വെള്ളം കൊണ്ടുകൊടുത്തു. വെള്ളം കുടിച്ചിട്ട് അഞ്ജു ഇന്നലെ നടന്നത് മുഴുവൻ പറഞ്ഞു. റീന തറഞ്ഞു നിന്നു. അവൾക്ക് എന്ത് പറയണമെന്ന് അറിഞ്ഞില്ല. അഞ്ജു, നീ ഇപ്പോ അവന്റെ അടുത്തേക്ക് പോവുകയാണോ? വേണ്ട മോളെ, ഇനി അവന്മാർ നിന്നെ വെച്ച് വേറെ കളികൾ കളിച്ച നമ്മുടെ കയ്യിൽ നിൽക്കില്ല. നിന്റെ ഡാഡിയോടെല്ലാം തുറന്നു പറ. എല്ലാം ശരിയാവും. ഒന്നുമില്ലെങ്കിലും നീ സുരക്ഷിതായിരിക്കുമല്ലോ. സുരക്ഷിത അതൊന്നും ഉണ്ടാവില്ലടി. ഡാഡിക്ക് കാശിനോടാണ് താല്പര്യം. അതല്ലേ ഞാൻ ഇങ്ങനെ ആയത്. അവർ ഇന്നലെ സംസാരിച്ചത് വെച്ച് നോക്കിയാ വിപിന്റെ ഓഫീസിലെ ഒരു പെൺകുട്ടിയെ വലവിരിക്കാനാണ് ഒരുങ്ങുന്നത്. അവളെ എനിക്ക് രക്ഷിക്കണം. എന്നെ നശിപ്പിച്ച പോലെ ആ പെൺകുട്ടിയെ നശിപ്പിക്കാൻ സമ്മതിക്കില്ല. നീ എനിക്കൊരു ഉപകാരം ചെയ്യണം. പറഞ്ഞോ. എനിക്ക് അവന്റെ ഓഫീസിലെ ആ പെൺകുട്ടിയെക്കുറിച്ച് അറിയണം. പിന്നെ എനിക്ക് കുറച്ച് സാധനങ്ങൾ വേണം. എന്റെ ഫോണിൽ വേറൊരു സിം ഇടണം. അത് നിന്റെ പേരിൽ എടുത്ത് തന്നാ മതി. നീ എന്റെ ഡാഡിയുടെ ഹോസ്പിറ്റലിലല്ലേ വർക്ക് ചെയ്യുന്നത്? എനിക്ക് ആ ആൽവിൻ അവിടെ വരുന്ന ദിവസം എന്നോട് പറയണം. എനിക്കൊന്ന് നേരിൽ കാണാനാണ്. അവന്റെ മെഡിക്കൽ റിപ്പോർട്ട്സ് എനിക്ക് വേണം. നിനക്കിതൊക്കെ എന്തിനാ? നീ ആപത്തിലേക്കാണ് പോകുന്നത്. ആണ്. എനിക്ക് നഷ്ടപ്പെടാൻ ഒന്നുമില്ല റീന. മേലെ ആകാശം, താഴെ ഭൂമി, അത്രയുള്ളൂ. എനിക്ക് വേണ്ടി ഇതൊന്ന് ചെയ്തുതാ. ശരി, ആൽവിനിപ്പോ കൈ അനക്കാം, സംസാരിക്കാം. ബട്ട് കുഴച്ചിലുണ്ട് സംസാരത്തിൽ. എന്നാലും ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. ശരി, നീ ഫുഡ് എന്തെങ്കിലും ഉണ്ടേ എടുക്ക്. ഞാനൊന്ന് ഇരിക്കട്ടെ. റീന എഴുന്നേറ്റ് അടുക്കളയിലേക്ക് പോകാൻ നിൽക്കുമ്പോഴാണ് ബെല്ലടിക്കുന്ന ശബ്ദം. അവൾ അഞ്ജലിയെ നോക്കി വാതിൽ തുറന്നു. ഇച്ചാൻ എന്താ ഇപ്പൊ വന്നത്? പെട്ടെന്ന് റീനയുടെ വായിൽ നിന്നും അങ്ങനെ വന്നത് കേട്ടിട്ട് അവൻ ഉള്ളിലേക്ക് തലയിട്ട് നോക്കി. റീന അവനെ വലിച്ചു കൊണ്ടുപോയി അഞ്ജലിയുടെ മുന്നിൽ നിർത്തി. അഞ്ജു, ഇതാണ് എന്റെ കെട്ടിയവൻ, മാർട്ടിൻ ഫിലിപ്പ്. അഞ്ജലി അവനെ ഒന്ന് നോക്കി. പ്രത്യേകിച്ച് ഭാവവ്യത്യാസമുണ്ടായില്ല. വെറുതെ ഒരു ഹലോ എന്ന് മാത്രം പറഞ്ഞു. മാർട്ടി അവളെ നോക്കി മുറിയിലേക്ക് പോയി. എടി, ഞാനിപ്പോ വരാം, നീ ഇരിക്കെ. റീന വേഗം മാർട്ടിയുടെ അടുത്തേക്ക് പോയി. ഇതാ ഡോക്ടറുടെ മകളല്ലേ, അവളെന്താ ഇവിടെ? റീന അവൾ വന്ന കാര്യം ചുരുക്കി പറഞ്ഞു. എല്ലാം കേട്ട് അവൻ ആകെ തറഞ്ഞു നിന്നു. വിപിന്റെയും എബിന്റെയും സ്വഭാവം അവൻ അറിയാമെങ്കിലും ഇത്രയും തറവേല കാണിക്കുമെന്ന് അവൻ ഊഹിക്കാൻ പോലും കഴിഞ്ഞില്ല. അവൻ ഒരു നിമിഷം ആലോചിച്ചുകൊണ്ട് ഹാളിലേക്ക് പോയി. അഞ്ജലി, മാർട്ടിൻ വിളിച്ചു. അഞ്ജലി കണ്ണു തുറന്നു നോക്കി. മാർട്ടി ഒരു വിസിറ്റിംഗ് കാർഡ് കൊടുത്തു. ഇതിലൊരാളുടെ പേരുണ്ട്. എന്താവശ്യമുണ്ടെങ്കിലും വിളിക്കാൻ മടിക്കരുത്. അഞ്ജലിയുടെ ജീവനിപ്പോ ആപത്തുണ്ട്. സോ ബി കെയർഫുൾ. താൻ വിചാരിക്കുന്നതിനേക്കാളും വീര്യം കൂടിയ വിഷജന്തുക്കളാണ് വക്കീലും ജോർജ് കുട്ടിയും, പിന്നെ തന്റെ ഡാഡിയും. ഇവര് 3 പേരും കൂടി ചേർന്ന് നടത്തിയ ഇടപാടുകൾ പുറത്തു പറയാൻ കൂടി പറ്റില്ല. എന്ത് വേണമെങ്കിലും റീനയോട് പറയാം. പിന്നെ സിം, അത് ഞാൻ തരാം. അതിലൊരിക്കലും സോഷ്യൽ മീഡിയ അക്കൗണ്ട് തുടങ്ങരുത്. അഞ്ജലി ആ കാർഡിലേക്ക് നോക്കി പേര് വായിച്ചു. രുദ്രനുഷ് IPS. താൻ ഊഹിക്കുന്നത് ശരിയാണ്. രുദ്രൻ സാർ ഇവിടത്തെ ക്രൈംബ്രാഞ്ച് ACP ആണ്. തന്റെ ഡാഡിയുടെയും കൂട്ടുകാരുടെയും എന്തിന് അവരുടെ മക്കളുടെയും പിന്നാലെ സാറുണ്ട്. അതുകൊണ്ട് അഞ്ജലി ധൈര്യമായി പോയിക്കോളൂ. അതും പറഞ്ഞ് അവൻ മുറിയിൽ കയറി ഒരു സിമ്മെടുത്ത് അവളുടെ കയ്യിൽ കൊടുത്തു. അവൻ ഫയലെടുത്ത് പുറത്തേക്ക് പോയി. റീന. അഞ്ജലി ആകെ പകച്ച് പണ്ടാരടങ്ങി. റീന, നിന്റെ കെട്ടിന്റെ പണി എന്താ? അത് ഞാൻ ക്രൈംബ്രാഞ്ചിലാണ്. എന്തേ ചോദിച്ചേ നീ? ഒന്നുമില്ല. അഞ്ജലി ആ സിമ്മെടുത്ത് ഫോണിലിട്ട് ആദ്യം CB എന്ന പേരിൽ സേവ് ചെയ്തു. അതിൽ തന്നെ അവൾ മാർട്ടിന്റെ ഫോൺ നമ്പർ റീനയുടെ കയ്യിൽ നിന്നും വാങ്ങി സേവ് ചെയ്തു. അവളുടെ മനസ്സ് അല്പം ശാന്തമായി. ഭക്ഷണം കഴിച്ച് അഞ്ജലി അവിടെ നിന്നും ഇറങ്ങി. ഓഫീസിലെത്തിയ വിപിന് അന്ന് തേജുവിനെ കാണാൻ സാധിച്ചില്ല. ജിൻഡോയോട് ചോദിച്ചപ്പോൾ അവനൊരു ഒഴുക്കൻ മട്ടിൽ അറിയില്ല എന്ന് പറഞ്ഞു. എടാ, അവളല്ലേ ടെൻഡർ പ്രിപ്പയർ ചെയ്തേ? അവളോടൊരു കൺഗ്രാറ്റ്സ് പറയാൻ വേണ്ടിയായിരുന്നു അന്വേഷിച്ചത്. അവളുടെ ഡിപ്പാർട്ട്മെന്റിൽ ചോദിച്ചപ്പോൾ വിവരം ഒന്നുമില്ല എന്ന് പറഞ്ഞു. അതാ ചോദിച്ചേ. അവൾ ഇന്റേൺ അല്ലേ, ലീവാണേ പറയണ്ടേ? അല്ല വിബി, നിനക്കെന്താ പെട്ടെന്ന് അവളെ അന്വേഷിക്കണേ? എന്താ മോനെ, വല്ല ഉടായ്പാണോ? അതാകെ ഇനി 2 മാസമേ ഉള്ളൂ. അതിനോട് തന്നെ വേണോ നിന്റെ കളി? ഷേ, എന്നെ കുറിച്ച് നീ അങ്ങനെയാണോ വിചാരിച്ചേ? അവളെ ഒന്ന് കാണണമെന്നുണ്ടായിരുന്നു. അവളെ ഈ ആരുടെയും കൂടെ കറങ്ങാൻ പോയതാണല്ലോ. അവൾ എവിടെയാ താമസിക്കുന്നേ? കോഴി എഴുന്നേറ്റല്ലോ. നിനക്ക് അവളെ കുറിച്ച് അറിയണമെങ്കിൽ അവളുടെ ഡിപ്പാർട്ട്മെന്റിൽ ഡീറ്റെയിൽസ് മുഴുവനും ഉണ്ടാവും. ചെല്ല്, പോയി കൊത്തി തിന്ന് പോ. വിപിൻ വിളിച്ചുകൊണ്ട് പുറത്തേക്ക് പോയി. ജിൻഡോ അവൻ പോയ വഴിയെ നോക്കി പല്ല് ഞെരിച്ചു. നിനക്ക് അവളെ അറിയിച്ച് തരാമടാ പുല്ല്, സമയമായിട്ടില്ല. ജിൻഡോ റിജുവിനെ വിളിച്ച് തേജുവിനെ കുറിച്ച് അന്വേഷിച്ച് ഫോൺ വെച്ചു. മാർട്ടി, നമ്മുടെ അന്വേഷണമാകെ കുഴയുകയാണല്ലോ.
സർ, ഇന്ന് എൻ്റെ ഫ്ലാറ്റിലേക്ക് ഒരാൾ വന്നു. സാറിന് അറിയുമായിരിക്കും, അഞ്ജലി, വർഗീസ് ഡോക്ടറുടെ മകൾ. അവൾ എൻ്റെ ഭാര്യയുടെ കൂട്ടുകാരിയാണ്. ഞാൻ ഇന്നാണ് അറിയുന്നത്. അവൾ പറഞ്ഞത് കേട്ടാൽ സാറിന് ദേഷ്യം വരും. മാർട്ടി, അവളെയല്ലേ ഇമ്മോറൽ ട്രാഫിക് എന്ന് പറഞ്ഞു പൊക്കിയത്? അതെ സർ, അതേ ഉരുപ്പടി തന്നെ. മാർട്ടി അവളെ കണ്ടതിനു ശേഷമുണ്ടായ എല്ലാ സംഭവങ്ങളും വിശദമായി പറഞ്ഞു കൊടുത്തു. അപ്പോൾ നമ്മൾ വിചാരിക്കുന്നതിനേക്കാളും ചെറ്റകളാണല്ലേ ജോർജ് കുട്ടിയുടെ മക്കൾ. വരട്ടെ. അല്ല, അഞ്ജലിക്ക് തൻ്റെ കയ്യിലുണ്ടായിരുന്ന സിമ്മല്ലേ കൊടുത്തത്? അതെ സർ, അത് തന്നെ. അതിൽ ട്രാക്കർ ഉണ്ടല്ലോ. നമുക്കത് മതി. മാർട്ടി, ഒരു കാര്യം ചെയ്യൂ. ആ സിമ്മിലേക്ക് വരുന്ന ഔട്ട് ഗോയിങ് ഇൻകമിംഗ് കോൾസ് എല്ലാം റെക്കോർഡ് ചെയ്യാൻ പറയണം. ദെൻ ലൊക്കേഷനും എന്നും നമ്മുടെ ട്രാക്കിലായിരിക്കണം എല്ലാം. എന്തായാലും മുകളിൽ നിന്ന് വരുന്ന കംപ്ലൈന്റ് അല്ലേ, നമുക്കിത് തള്ളിക്കളയാൻ പറ്റില്ലല്ലോ. ആരാ സർ കംപ്ലൈന്റ് കൊടുത്തത്? തൻ്റെ ഫ്രണ്ട് ഒന്നും പറഞ്ഞില്ലേ? ആര്, റിജുവോ? ഇല്ല സർ, ഒന്നും പറഞ്ഞില്ല. അവനെന്തെങ്കിലും അറിഞ്ഞെങ്കിൽ എന്നോട് പറയും. ആ, എന്നാ ഇപ്പോൾ അറിഞ്ഞോളൂ. മരിച്ച എബ്രഹാം ജോസഫ് മാളിയേക്കൽ. മാർട്ടി തറഞ്ഞു നിന്നു. സർ? അതെ അതെ മാർട്ടി, മരിക്കുന്നതിന് കുറച്ചു മുന്നേ എബ്രഹാം നമ്മുടെ കൊച്ചി മേയർ സാറിനെ പോയി കണ്ടിരുന്നു. അദ്ദേഹത്തിന് കുറച്ച് തെളിവുകളും കൊടുത്തു. കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്തു. അതിന് പ്രകാരമാണ് തൃശ്ശൂരിൽ നിന്നും എന്നെ സ്പെഷ്യൽ അപ്പോയിന്റ്മെന്റ് എടുത്തത്. ഞാൻ ഇവിടെ വരുമ്പോഴേക്കും എബ്രഹാം മരിച്ചു. ഒന്നിൽ നിന്നും തുടങ്ങി. ആദ്യം നിതാര, അവരുടെ മകൾ. അതിൽ നിന്നാണ് തുടങ്ങിയത്. പിന്നെ അത് ചെന്ന് നിന്നത് ആൽവിൻ. അവിടെ നിന്ന് ജോർജ് കുട്ടി, മുരളി വക്കീൽ, വർഗീസ് ഡോക്ടർ, പിന്നെ വിപിൻ, എബിൻ. ഒന്നൊന്നിനോട് മെച്ചം. കാശിന് വേണ്ടി എന്തും ചെയ്യാൻ മടിക്കാത്ത ചെറ്റകൾ. പിന്നെ ആ കുട്ടിയില്ലേ, തേജസ്വിനി. അപാര കണക്കുകൂട്ടലാണ് ആ കുട്ടിയുടെ. ആൽവിനെ പൂട്ടാൻ വേണ്ടി അവൾ എന്തൊക്കെ ചെയ്തു. പിന്നെ നടന്ന ആക്സിഡന്റ് എല്ലാം അറിയാം. സാർ എന്താ എല്ലാം അറിഞ്ഞിട്ടും മിണ്ടാതിരിക്കുന്നത്? തേജു ചെയ്തത് നിയമത്തിനെതിരല്ലേ? ആണ്, നിയമത്തിനെതിരാണ്. പക്ഷേ അവൾ വണ്ടി ഇടിച്ചത് കൊണ്ടല്ലോ അവൻ അങ്ങനെ വന്നത്. യൂസേജ് ഓഫ് ഹൈ കണ്ടന്റ് ഡ്രഗ്. അവൾ അവനെ കൊല്ലാനല്ല നോക്കിയത്, ഒരു മുന്നറിയിപ്പ് കൊടുക്കാനാണ്. അതാ പൊട്ടൻ തന്തപിടിക്ക് മനസ്സിലായിട്ടുമില്ല. സാരമില്ല, വഴിയേ മനസ്സിലാക്കും. എന്തായാലും എന്റെ 2 കണ്ണും നിങ്ങളുടെ തേജുവിലുണ്ടാവും. ആ കുട്ടി ഇപ്പൊ എവിടെയാണ്? സർ, അത് എന്താടോ, എന്തേലും പറ്റിയോ? അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. മാർട്ടി രാവിലെ തേജുവിന് സംഭവിച്ചതൊക്കെ വിവരിച്ചു. ഓഹോ, അപ്പൊ അവിടെ വരെ ആയല്ലേ കാര്യങ്ങൾ. നടക്കട്ടെ. എന്തേലും ഉണ്ടെങ്കിൽ ആ കൊച്ചിനോട് അല്ല വേണ്ട, ഞാൻ ഡീൽ ചെയ്തോളാം. പുഞ്ചിരിച്ചുകൊണ്ട് അവൻ മാർട്ടിനോട് പറഞ്ഞു. സർ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ? ചോദിച്ചോളൂ. സാറിന്റെ പോസ്റ്റ് എന്താ? സാറിന്റെ ഹിസ്റ്ററി നോക്കിയതിൽ സാർ ഒരു എൻകൗണ്ടർ സ്പെഷ്യലിസ്റ്റ് ആണ്. അപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത്? യെസ്, യു ആർ റൈറ്റ്. ഐ ആം ആൻ എൻകൗണ്ടർ സ്പെഷ്യലിസ്റ്റ്, സ്പെഷ്യലി അപ്പോയിന്റഡ് ഫ്രം സെൻട്രൽ ഗവൺമെന്റ് ഫോർ ദിസ് കേസ്. രുദ്രധനുഷ് IPS.